ഹായ്, ഗുഡ് മോർണിംഗ്. സൺഡേ മോർണിംഗ്. രാവിലെ തന്നെ കാറ് വാഷ് ചെയ്യാൻ പോയി. കാറ് വാഷ് ചെയ്ത് അങ്ങനെ തന്നെ ലുലു പോയി കുറച്ച് ഷോപ്പ് ചെയ്തു. പിന്നെ മോന് ടോയ് വേണമെന്നാണ് അങ്ങനെ ടോയ് ചെക്ക് ചെയ്തു. പിന്നെ വൈഫിന് കുറച്ച് ഡ്രസ്സും ബാഗും പിന്നെ മോനൊരു പാൻറ്റൊക്കെ എടുത്തിരുന്നു. പക്ഷെ അത് വീഡിയോ എടുക്കാൻ മറന്നു. പിന്നെ ടോയ്സ് വേണമെന്ന് പറഞ്ഞെങ്കിൽ ടോയ്സ് മേടിച്ചു. ഷോപ്പ് ചെയ്ത സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ക്ലീൻ ചെയ്തു. വീട്ടിലുണ്ടാക്കിയ മുളക് ബജി. അതാണ് ക്യാമൽ ഫ്രൈ ബീഫിനെക്കാട്ടും വേറെ ലെവൽ ടേസ്റ്റാണ്. ക്യാമൽ ഒരു വേറെ ടേസ്റ്റാണ്. ഓക്കെ, പിന്നെ പുട്ടും പിന്നെ വീട്ടിലെ ക്യാമൽ കറിയും. ഓക്കെ, വീട്ടിലുള്ള ക്യാമലിടും സൈഡിലിടും. ക്യാമൽ വിത്ത് ബോൺ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നല്ല ടമ്പറായിരിക്കും. കഴിച്ച് ചവച്ച് തന്നാൽ വേറെ ലെവൽ. എന്താ സൗണ്ട്? കറി വെക്കാൻ ക്യാമൽ കറി വേറെ ലെവൽ ടേസ്റ്റ് ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്ക്. നാട്ടിലുള്ളവർക്ക് ക്യാമൽ കിട്ടൂല, ഗൾഫിലുള്ളവർക്ക് ട്രൈ ചെയ്തു. മുളക് ബജി ഇവിടെ ഉണ്ടാക്കിയത് നല്ല സ്പൈസിയാണ്. പിന്നെ ഇതെൻ്റെ പ്ലേറ്റാണ് കേട്ടോ, വലിയ പ്ലേറ്റ്. ഇതിലിങ്ങനെ വൈഡായിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ സൈഡിലെല്ലാം ഭാഗത്ത് വേറെ രസം. ബിസ്ക്കറ്റ് അതിങ്ങനെ മിക്സ് ചെയ്യണം. ഇട്ടും ക്യാമറ കഴിച്ച ശേഷം കറിയൊക്കെ നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. മധുരത്തിലുണ്ട് കാര്യം. ഇപ്പോൾ വീഡിയോൻ്റെ മുന്നിൽ എന്തെങ്കിലും കുറ്റം പറഞ്ഞാലും എനിക്ക് സമാധാനം. ചുമ്മാ I was just JK. Just kidding. അതാണ് കണ്ട ടമ്പറായി ഭയങ്കര നല്ലൊരു ടേസ്റ്റായി. നല്ല ചായ. ക്യാമൽ ഫ്രൈ. ഐസോ മരുന്ന് പിടിച്ചേ. ഞാൻ കാണുന്നില്ലല്ലോ ക്യാമറ എവിടെയാണ്. ഐസൻ പനിക്കുന്നുണ്ടോ നിനക്ക്? ഈവനിങ് ടോയ് മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ നിന്നും ഞങ്ങൾ പുറത്തിറങ്ങി കാരിഫോറിൽ പോയി സിറ്റി സെൻറ്ററിൽ. അവൻ്റെ ടോയ്സ് വേറെ മേടിച്ചു. രാവിലത്തെ ടോയ് ഇഷ്ടപ്പെട്ടില്ല. അവന് ഭയങ്കര കരച്ചിൽ, പനിയൊക്കെ ആക്കുമ്പോൾ ഫുൾ ടയർഡായിരുന്നു അവൻ. അപ്പോൾ അതൊക്കെ മേടിച്ച് സിറ്റി സെൻറ്ററിൽ കുറച്ച് ഫിഷ് ടാങ്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ആസ്വദിച്ചു. ഇതാണ് എൻ്റെ ഗ്ലാമറിൻ്റെ രഹസ്യം. ഗ്ലൂട്ടാത്തിൻ ജ്യൂസ്, ബീട്രൂട്ട്, ക്യാരറ്റ്, ഓറഞ്ച്, ആപ്പിൾ, നെല്ലിക്ക, അലോവേര, പിന്നെന്താ ഇഞ്ചി, മഞ്ഞൾ. ഇറ്റ്സ് ഗുഡ് ഫോർ ഹാർട്ട്. ജ്യൂസ് കുടിച്ചോ? ജ്യൂസ് കുടിച്ചടാ.